അസ്സലാമു അലൈക്കും വറഹമത്തുള്ളാഹി. പണ്ടൊരാൾക്കൊരു ദോഷമുണ്ടായിരുന്നു. അയാൾ എന്ത് തീരുമാനിക്കുകയാണെങ്കിലും നാളേക്ക് മാറ്റിവെക്കും. അങ്ങനെ അയാൾ ഒരു ദിവസം തീരുമാനിച്ചു, ഇനി എന്ത് തീരുമാനിച്ചാലും നാളേക്ക് മാറ്റി വെക്കുകയില്ല. എന്നിട്ട് അയാൾ പറയുകയാണ്, ഞാൻ എൻ്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ഇത്. ഏതായാലും ഇന്ന് കഴിഞ്ഞില്ലേ, നാളെ മുതൽ ആ മാറ്റം ആരംഭിക്കാം. അപ്പം അയാൾ അവസാനം പറഞ്ഞത് എന്താ? നാളെയാവട്ടെ തന്നെ. അപ്പം ഏത് കാര്യം തീരുമാനിക്കുകയാണെങ്കിലും ആ കാര്യം ഉടൻ നടപ്പിലാക്കുന്നതിന് പകരം നാളേക്ക് നീട്ടിവെച്ചാൽ കുറേയധികം ദോഷങ്ങൾ വരാനുണ്ട്. നല്ല സൂപ്പർ ബിരിയാണി വെച്ചു. ഉമ്മ പറഞ്ഞു നാളെ കഴിക്കാമെന്ന് പറഞ്ഞു. ചൂടുള്ള നല്ല ബിരിയാണി എടുത്തു വെച്ചിട്ട് നാളെ കഴിക്കാം. അതേപോലെയാണ് അവസരങ്ങൾ. ജീവിതത്തിൽ അവസരം വന്നാൽ ആസ് ഇറ്റ് വാസ് യെസ്റ്റർഡേ എന്നൊരു ചൊല്ല്, അത് ചൊല്ലാതിരിക്കാൻ എന്ത് ചെയ്യണം? തയ്യാറാവണം. കിട്ടുന്ന അവസരങ്ങളെ ചൂടോടെ, ആവി പറക്കുന്ന ചൂടോടെ ഉപയോഗിക്കാൻ കഴിയുക എന്നത് ഒരാളുടെ ആത്മവിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. അയാൾ വിജയിക്കുന്നത്ര ആർക്കും വിജയിക്കാൻ സാധിക്കുകയില്ല. അത്രത്തോളം വലിയ വിജയവും മാറ്റവുമാണ് അയാൾക്കുണ്ടായിരിക്കുക. നാളെയാവട്ടെ എന്ന് തീരുമാനിക്കാൻ എന്തൊക്കെയാണ് വേണ്ടത്? ഒന്ന്, ആ തീരുമാനമെടുത്താൽ അതിൻ്റെ ഫലം പെട്ടെന്ന് കിട്ടണമെന്ന് പ്രതീക്ഷിക്കുക. രണ്ട്, ഒരിടത്ത് ഉറച്ചു നിൽക്കാനുള്ള ഒരു കരുത്ത്. ഇത് നാളേക്ക് നീക്കി വെക്കാതിരിക്കുമ്പോൾ, മാറ്റി വെക്കാതിരിക്കുമ്പോൾ എനിക്കുണ്ടാവുമെന്ന ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ കാര്യം, ആ കാര്യത്തിൽ ആദ്യം എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്തു തുടങ്ങുക. ആദ്യം ചെയ്യേണ്ടത് ചെയ്തു തുടങ്ങുക എന്നത് ഏറ്റവും പ്രധാനമാണ്. നാലാമത്തത്, പെട്ടെന്ന് വരുന്ന വിഷയങ്ങളെക്കാൾ മുമ്പ് തീരുമാനിച്ച വിഷയങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പെട്ടെന്ന് നമ്മൾ ഒരു യാത്ര അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചു, ഇന്ന സ്ഥലം വരെ വരുമോ എന്ന് ചോദിക്കുമ്പോഴായിരിക്കും നമ്മൾ നാളേക്ക് മാറ്റിവെക്കാൻ ആഗ്രഹിച്ച കുറച്ച് റിസ്ക്കുള്ള പണി വരിക. അടുത്തത്, റിസ്ക്കുള്ള പണി വരുമ്പോൾ അഥവാ ബുദ്ധിമുട്ടുള്ള പണി വരുമ്പോഴാണ് ഈ മാറ്റിവെക്കലും നീട്ടിവെക്കലും. നമ്മുടെ ജീവിതത്തിലെ വിജയത്തിൻ്റെ ഏറ്റവും വലിയ വളമാണ് ത്യാഗം സഹിക്കുക എന്നത്. അപ്പോൾ ത്യാഗമുള്ള ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ കൂടുതൽ സന്തോഷം നമുക്ക് ആവശ്യമാണ്. കാരണം നമ്മൾ ചെയ്യുന്ന ത്യാഗത്തിനനുസരിച്ച് ബെനഫിറ്റ് അതിൽ നിന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. പെട്ടെന്ന് എന്ത് ചെയ്യുക? റിസൾട്ട് കാണണമെന്ന് വിചാരിക്കുക. നാളേക്ക് മാറ്റി വെക്കില്ലെന്ന് തീരുമാനിക്കുക. അതിനൊരു ആത്മവിശ്വാസം ഉണ്ടാകുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വളരെ വലിയ വിജയം നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് ചെയ്യും? കയറി വരും ഇൻഷാ അല്ലാഹ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.